ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻ ഷീ. ഞാനിന്നിവിടെ കുറച്ച് പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ടൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ. ഞാൻ 2 എണ്ണം. ഇത് കുറച്ച് വലിയ മുട്ട, അതിൻ്റെ ഉള്ളിൽ 2 മഞ്ഞ ഉണ്ടാവും, കണ്ടോ. അപ്പം അതിന് പാലക്ക് ഇത് നന്നായി വാഷ് ചെയ്തെടുക്കണം. പാലക്ക് ഞാൻ വാങ്ങിയിട്ട് 2-3 ദിവസമായിട്ടോ. ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെച്ചാൽ മതി, എന്നാൽ ഒന്നും ആവില്ല, നല്ല ഫ്രഷിൽ കിട്ടും പാലക്ക്. അതുപോലെ പച്ചക്കറികളൊക്കെ, ക്യാരറ്റൊക്കെ ഇതിൽ വെച്ച് കൊടുത്താൽ ഒന്നും ആവില്ല. കണ്ടോ, അതിൽ ഇങ്ങനത്തെ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിലൊരു വെള്ളം ഉണ്ടാവും, ആ വെള്ളം ഇങ്ങനെ തുടച്ച് കൊടുത്താൽ മതി. കണ്ടോ, അത് തുടച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായി വാഷ് ചെയ്തെടുത്താണ് പാലക്ക്. കണ്ടോ, നമുക്കിതെങ്ങനെ വെക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് ഈ പാലൊക്കെ ഇട്ട് വെക്കാം. ഉണ്ടോ, ഇതൊന്ന് തളിച്ചാൽ മതി. ഇത് കഴിഞ്ഞിട്ട് ഒന്ന് വെന്ത് ഒന്ന് വേവട്ടെ. ഇതിൽ കിടന്നിട്ട് ഉണ്ടോ, അതൊക്കെ വേകുമ്പോഴത്തേന് നമുക്ക് ഈ മുട്ട ഒന്ന് പൊരിച്ചെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം, ഒരു എരിവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പ്, തീ ചെറുതാക്കി വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. പിന്നെ ഒരു വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി തോടോർക്കനെ ചതക്കി വെച്ചതാണ്, തോടോർക്കനെ ചതക്കി വെച്ചതാണ്. നമുക്ക് ഈ കോഴിമുട്ട അതിലേക്ക് വെച്ച് വെക്കാം. കണ്ടോ, ഇനി ഇതൊന്ന് ഇതിൽ വന്ന് പൊരിഞ്ഞ് വെച്ച് അങ്ങനെ പൊരി വെക്കാം. കോഴിമുട്ട ജാസ്തി വേണ്ടിയിട്ട് ജാസ്തി എടുക്കട്ടോ. ഇത് പൊരിയട്ടെ. അതൊന്ന് വേവിട്ട് കുറച്ച് ഐസിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വേവിപ്പിച്ച് വെച്ച പാലക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഐസിട്ട് വെച്ചാണ്. കണ്ടോ, കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. നമുക്ക് അരക്കുമ്പോൾ അതിൻ്റെ കളറ് മാറാണ്ട് കിട്ടും. ഇനി നമുക്കിത് അരച്ചെടുക്കാറുണ്ട്. അപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കണ്ടോ ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ 2-3 ഏലക്കായി, ഒരു 4-5 കറുവ അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഓയിൽ നല്ല ചൂടുള്ളതുകൊണ്ട് നമുക്ക് സവാള ഇട്ട് സവാള നന്നായി നോക്കട്ടെ. സവാള നല്ലോണം മൂത്ത് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതക്കി വെച്ചിട്ടുണ്ട്. നന്നായി അഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ കിട്ടും. ഒരു വലിയ തക്കാളിയാണ്, 2 പച്ചമുളക്, ഇതിൽ കിടന്ന് നന്നായി വെന്ത് വെക്കുക. ഈ തക്കാളി ഈ ഉള്ളി ഒക്കെ നന്നായി വെന്ത് വരും. ഉണ്ടോ, നന്നായി വരച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്.
1 ടീസ്പൂൺ മല്ലിൻ്റെ പൊടി, അതുപോലെ തന്നെ കുറച്ച് ജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ്, പിന്നെ മുളകിൻ്റെ പൊടി 1 ടീസ്പൂണ്, 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടി, അതുപോലെ മഞ്ഞളിൻ്റെ പൊടി 1 ടീസ്പൂണ്, ഉപ്പ് നമ്മൾ ആവശ്യം പോലെ എല്ലാവരും ഇട്ട് കൊടുത്താൽ മതി. ഉപ്പിന് ഞാൻ കണക്കൊന്നും പറയുന്നില്ല, കാരണം ചിലർക്ക് ഉപ്പ് കൂടും, ചിലർക്ക് ഉപ്പ് കുറയും. അത് കണക്ക് പോലെ ഇട്ട് കൊടുത്താൽ മതിയേ. ഉപ്പ് കണക്ക് പോലെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. മസാല ഒന്ന് മുരിഞ്ഞ് വരട്ടെ. മസാലയൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊക്കെ അരച്ച് വെച്ചത് ഒഴിച്ചെടുക്കാം. കണ്ടോ, നന്നായി അരച്ചെടുക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് അധികം പുളിയില്ലാത്ത തൈര്, കുറച്ച് മഞ്ഞൾ ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ വെച്ചു. തൈരാണ് നന്നായി ചേർത്തെടുക്കാം. നമുക്ക് ഇതൊന്നും നന്നായി ചേർത്ത് ഇതൊക്കെ ചേർത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം. അത് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇതൊന്ന് നല്ലോണം വറ്റി വരട്ടെ. കണ്ടു, നല്ലോണം വരട്ടെ. അപ്പോൾ നമ്മളെ കറി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ. നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്താ അങ്ങനെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഈ കറി ഉണ്ടാവും. പാലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. പാലക്കൊക്കെ ഇപ്പോൾ നമുക്ക് എവിടെയും വാങ്ങാൻ കിട്ടുമല്ലോ. റോഡ് സൈഡിൽ തന്നെ തേച്ചിട്ട് വിൽക്കുന്നുണ്ടാവും. കണ്ടോ, ഇതിൻ്റെ എണ്ണയൊക്കെ വന്ന് നല്ല അടിപൊളി കറിയായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്തവരൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഉണ്ടാക്കി നോക്കുമ്പോൾ കുറച്ചാണ് നോക്കിയിട്ട് തട്ടി നോക്കാണ്ട് ഉണ്ടാക്കുക. സ്കിപ്പ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താ ചെയ്തതെന്ന് മനസ്സിലാവില്ല. ഇങ്ങനെ കോഴിമുട്ട ഞാനൊന്ന് മുറിച്ച് വെച്ചേരാം. കണ്ടോ, ഇങ്ങനെ ഈ കോഴിമുട്ടനെ ചിലതിൻ്റെ ഉള്ളിൽ 2 മഞ്ഞ ഉണ്ടാവുന്നുണ്ട്, ഒന്നിൻ്റെ ഉള്ളിൽ കാണില്ല. ചിലപ്പോൾ ഇതാക്കണ്ടോ, കോഴിമുട്ട ഉള്ളത് 2 മഞ്ഞുണ്ട്. ഇതൊന്ന് കണ്ടോ. ഗിരിരാജ എന്ന് പറയും ഈ കോഴിക്ക്. 2 മുട്ട ഉണ്ടാവും, 2 ഉണ്ണി ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. കണ്ടോ, യെല്ലോ കണ്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ബൈ. ഷെയർ ചെയ്യണം.